അടുത്ത ക്വസ്റ്റ്യൻ. A truck and a car moving with the same kinetic energy. A truck and car moving with the same kinetic energy on a straight road. On a straight road. Their engines are simultaneously switched off. Their engines are simultaneously switched off. Which will stop at a shorter distance? Options: truck, car, both will stop at the same distance. നാലാമത്തെ ഓപ്ഷൻ none of these. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു ട്രക്കിന്റെയും കാറിന്റെയും അതേപോലെ തന്നെ ചെറിയ വ്യത്യാസം ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രക്കും കാറും ഒരേ കൈനറ്റിക് എനർജിയോട് കൂടിയിട്ടാണ് പോണത്, സ്ട്രെയിറ്റ് റോഡ്. പക്ഷെ അവിടെ റിട്ടാർഡിംഗ് ഫോഴ്സ് സെയിം ആണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ട്രക്കും ഒരു കാറും ഒരേ കൈനറ്റിക് എനർജിയോട് കൂടിയിട്ട് സ്ട്രെയിറ്റ് റോഡ് കൂടെ മൂവ് ചെയ്യുന്നു. അവരുടെ എൻജിൻസ് ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഓഫ് ചെയ്തു. ഏതാണ് ആദ്യം നിൽക്കുക, അല്ലെങ്കിൽ കുറച്ച് ദൂരം ട്രാവലിംഗ് വേണ്ടി നിൽക്കുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒരു ട്രക്കും കാറും ഒരേ കൈനറ്റിക് എനർജിയോടാണ് മൂവ് ചെയ്യുന്നത്. രണ്ടിന്റെയും എൻജിൻ ഒരേ സമയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. അപ്പൊ ആരായിരിക്കും ആദ്യം നിൽക്കുന്നത്? നിങ്ങൾ ആ സിറ്റുവേഷൻ ഒന്ന് സങ്കല്പിച്ച് നോക്കണം. ഒരു ട്രക്കും കാറും ഒരേ വേഗത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് വേഗതയില്ല, ഒരേ കൈനറ്റിക് എനർജിയോട് കൂടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടിന്റെ എൻജിൻ ഒരേ സമയം നമ്മൾ എന്ത് ചെയ്തു? ഓഫ് ചെയ്തു. ആരാണ് ആദ്യം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ നിൽക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം, ഇതിന്റെ കേസിൽ നമുക്ക് വർക്ക് എനർജി തിയറത്തിനാണ് ഇതിന്റെയും ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ W ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി തന്നെ. ഡബ്ല്യുവിന്റെ ഫോർമുല എന്താ? F.S ഈക്വൽ ടു എന്താ വരിക? കൈനറ്റിക് എനർജി എന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ S ഈസ് ഈക്വൽ ടു എന്ന് വരും? കൈനറ്റിക് എനർജി ബൈ എന്ത് വരും? F വരും. S ഈസ് ഈക്വൽ ടു എന്താ വരിക? കൈനറ്റിക് എനർജി ബൈ F എന്ന് വരും. ഇതിൽ S എന്ന് പറയുന്നതല്ലേ നമ്മുടെ ഡിസ്റ്റൻസ്. ആരാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നിൽക്കുക എന്നുള്ളത് ഈ S നോക്കിയാലേ അറിയാൻ പറ്റുക. S ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഈ എസും ഈ എഫും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് നടക്കണേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അതിനർത്ഥം എന്താ? ഫോഴ്സ് കൂടുതലാണെങ്കിൽ ഡിസ്റ്റൻസ് കുറയും, ഫോഴ്സ് കുറവാണെങ്കിൽ ഡിസ്റ്റൻസ് കൂടും. എന്താ പറഞ്ഞത്? ഫോഴ്സ് കൂടിയാൽ ഡിസ്റ്റൻസ് കുറയും, ഫോഴ്സ് കുറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടും. അപ്പൊ ആരാണ് ആദ്യം നിൽക്കുക എന്നല്ലേ നമ്മളോട് ചോദിച്ചിരിക്കണേ? ആരാണ് ആദ്യം നിൽക്കുക വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് കൂടുതലുള്ള ആളല്ലേ ആദ്യം നിൽക്കുക. കാരണം ഫോഴ്സ് കൂടുതലുള്ള ആൾക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. കാറിനാണോ ട്രക്കിനാണോ ഫോഴ്സ് കൂടുക? ട്രക്കിനാണ്. അപ്പൊ ട്രക്കിന്റെ ഫോഴ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതായിരിക്കും ആദ്യം എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യാം. കാറിന്റെ ഫോഴ്സ് കുറവാണ്, അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടാവും നിൽക്കുക. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ വിൽ ബി ട്രക്ക്. അതായത് ആദ്യം നിൽക്കുന്നത് ആരായിരിക്കും? ട്രക്ക് ആയിരിക്കും ആദ്യം സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിച്ച് നിൽക്കുന്നത് ആരായിരിക്കും? ട്രക്ക് ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായല്ലോ? വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ആണ്. ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? F.S. F.S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി. അപ്പൊ എസിനെ ഞാൻ ഇവിടെ നിർത്തി, ഈ F അടി പോയി, കൈനറ്റിക് എനർജി ബൈ F. അപ്പോ F കൂടിയാൽ S കുറയും, F കുറഞ്ഞാൽ S കൂടും. F കൂടുതലുള്ള ആൾക്കാണ്? ട്രക്കിനാണ്. അതുകൊണ്ട് തന്നെ ട്രക്ക് ആയിരിക്കും ആദ്യം സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എഴുതിയിരിക്കുക. The velocity of an aeroplane. The velocity of an aeroplane is made
twice. What happens to its momentum എന്നാണ് ചോദിച്ചത്. What happens to its momentum? Options: increase, decrease, same. None of this. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു എയറോപ്ലെയിനിന്റെ വെലോസിറ്റി നമ്മൾ എന്താക്കുകയാണ്? ട്വൈസ് ആക്കുകയാണ്, ഡബിൾ ആക്കുകയാണ്. എന്ത് സംഭവിക്കും? മൊമെന്റം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വി നോ ദാറ്റ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ P സമം എന്താണ്? mv. മൊമെന്റവും വെലോസിറ്റിയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ അർത്ഥം വെലോസിറ്റി കൂടിയ മൊമെന്റം കൂടും. ഇവിടെ നമ്മൾ വെലോസിറ്റി ഓഫ് ആൻ എയറോപ്ലെയിൻ ഈസ് മെയ്ഡ് ട്വൈസ്. വെലോസിറ്റി ഡബിൾ ആക്കുകയാണ്. വെലോസിറ്റി ഡബിൾ ആക്കി കഴിഞ്ഞാൽ മൊമെന്റം എന്താവും? ഡബിൾ ആവും. സോ കറക്റ്റ് ആൻസർ ഇൻക്രീസ് ഡിക്രീസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ എഴുതേണ്ടത്? ഇൻക്രീസ്. വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എങ്ങനെ ഇൻക്രീസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ആവുക, ഹാഫ് ആവുക, ക്വാഡ്രപ്പിൾ ആവുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെലോസിറ്റി ഡബിൾ ആക്കുകയാണ്. അപ്പൊ മൊമെന്റവും എന്ത് ചെയ്യുള്ളൂ? ഡബിൾ ആവുകയാണ് ചെയ്യുക. സോ അതിനനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ. ഇവിടെ ഇപ്പോൾ ഇൻക്രീസ് ഡിക്രീസ് സെയിം എന്നുള്ളത് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ ഡബിൾ ആവുക എന്നുള്ള കൺസെപ്റ്റ് എടുത്തിട്ട് ഇൻക്രീസ് എഴുതി. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വാട്ട് ഹാപ്പൻസ് ടു ദി കൈനറ്റിക് എനർജി എന്ന് ചോദിക്കാറുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് കൈനറ്റിക് എനർജി? അതും ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താ വരിക? ഹാഫ് mv² ആണ്. അങ്ങനെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ടാവുക? വെലോസിറ്റി നിങ്ങൾ ഡബിൾ ആക്കുകയാണ്. അപ്പൊ കൈനറ്റിക് എനർജി ബിക്കംസ് കൂടുകയാണ് ചെയ്യുക. കൈനറ്റിക് എനർജി ബിക്കംസ് 4 ടൈംസ്. കൈനറ്റിക് എനർജി എത്ര മടങ്ങ് കൂടും? 4 മടങ്ങ് കൂടും. കാരണം എന്താ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്. v എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. അപ്പൊ 2v² എന്ന് പറയുമ്പോൾ ആലോചിച്ചറിയാം 4v² എന്ന് വരും. അപ്പൊ 4 ടൈംസ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി ഓഫ് ദ പ്ലെയിൻ ബിക്കം 4 ടൈംസ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A trolley of mass, a trolley of mass 300 kilogram carrying a sandbag, carrying a sandbag 25 kilogram is moving uniformly with a speed 27 kilometer per hour on a frictionless track. After some time, sand leaks out at the rate of 0.05 kilogram per second. What is the speed of the trolley after the entire sand bag is empty? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 25 കിലോമീറ്റർ per hour, 26 കിലോമീറ്റർ per hour, 27 കിലോമീറ്റർ per hour, 28 കിലോമീറ്റർ per hour. ഇപ്പൊ പറയുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കട്ടോ. എ ട്രോളി ഓഫ് മാസ് 300 കിലോഗ്രാം, 300 കിലോഗ്രാം ഭാരമുള്ള ഒരു ട്രോളി, അതിന്റെ മുകളിൽ നമ്മളൊരു മണൽച്ചാക്ക് വെച്ചിട്ടുണ്ട്. ക്യാരിയിങ് എ സാൻഡ് ബാഗ്,
മണൽച്ചാക്കിന്റെ ഭാരം തന്നിട്ടുണ്ട് 25 കിലോഗ്രാം ആണ്. അത് യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്നു വിത്ത് എ സ്പീഡ് ഓഫ് 27 km/h. 27 km/h യൂണിഫോം സ്പീഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനത്തെ ട്രാക്കിൽ കൂടെ? ഫ്രിക്ഷൻ ഇല്ലാത്ത ട്രാക്കിൽ കൂടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ സാൻഡ് ലീക്സ് ഔട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 0.05 kg/s. ഈ മണൽച്ചാക്കിന്റെ അടിഭാഗത്തു നിന്ന് മണൽ ഇങ്ങനെ ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഓരോ സെക്കൻഡിലും 0.05 kg എന്നുള്ള തോതിലാണ് സാൻഡ് ലീക്ക് ചെയ്യുന്നത്. അങ്ങനെ ലീക്ക് ചെയ്ത് ഇങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് മണൽ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ സാൻഡ് ബാഗ് എന്തായിരിക്കും? എംപ്റ്റി ആയിരിക്കും. ആ സമയത്ത് ട്രോളിയുടെ സ്പീഡ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ കൂടി പറയാം. ഇതിപ്പോ ഒരു ട്രോളി, ആ ട്രോളിയുടെ മുകളിൽ ഒരു മണൽച്ചാക്ക് വെച്ചിട്ടുണ്ട്. മണൽച്ചാക്കിന്റെ ഭാരം 25 കിലോഗ്രാം. ഈ ട്രോളി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിന് അടിഭാഗത്തിൽ ഹോള് വന്നു, അത് കൂടെ മണൽ ഇങ്ങനെ ലീക്ക് പോവാണ്. അങ്ങനെ മുഴുവൻ മണലും പോയി കഴിഞ്ഞാൽ ട്രോളിയുടെ സ്പീഡ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് വേറെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ആനേനെ ഒരു ലോറിയിൽ കൊണ്ടുപോയി വിചാരിച്ചു. ആനേനെ ലോറിയിൽ ഇങ്ങനെ, നല്ല വെയിറ്റ് ഉള്ള ജീവിയാണല്ലോ, ആനേനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ ആന അവിടെ ആ ലോറി പോകുന്ന യൂണിഫോം സ്പീഡ് 27 km/h വിചാരിക്കുക. പെട്ടെന്ന് ആന പുറത്തേക്ക് വീഴും. അപ്പൊ പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ ആനയുടെ ഭാരം ലോറിയിൽ നിന്ന് അങ്ങോട്ട് പോയല്ലോ. സ്വാഭാവികമായിട്ട് നമ്മളെന്താ വിചാരിക്കുക? ഇത്രയും ഭാരം കൂടിയ ആനേനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ലോറി ഇങ്ങനെ പോവായിരുന്നു. ഈ ആന ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആനയുടെ ഭാരം അങ്ങോട്ട് പോയി, വേഗത സുഖമായിട്ട് പോകാൻ പറ്റും. അതായത് വേഗത കൂടും. അപ്പൊ ഇൻക്രീസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ B = U+AT അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ പലതും കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു വാക്കുണ്ട്, നോക്കിയേ. യൂണിഫോംലി വിത്ത് എ സ്പീഡ് ഓഫ് 27 km/h എന്നാ പറയുന്നത്. യൂണിഫോം സ്പീഡ് എന്നുള്ളതിന്റെ മീനിങ് എന്താ? യൂണിഫോം, നമ്മുടെ ആക്സലറേഷന്റെ ഫോർമുല നമുക്കറിയാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ എന്താണ്? ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ എന്താണ്? ടൈം. ഏതിന്റെ ഫോർമുല? ആക്സലറേഷന്റെ ഫോർമുല. ആക്സലറേഷന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇവിടെ തന്നിരിക്കുന്നത് യൂണിഫോം സ്പീഡ് അല്ലേ? യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയായിരിക്കും? 0. യൂണിഫോം സ്പീഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിനർത്ഥം ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാ? 0. ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ 0/t എന്ന് തന്നെ. 0/t എന്ന് പറഞ്ഞാൽ എത്രയാ? 0. അപ്പൊ A സമം നമുക്ക് ഇവിടെ എത്ര കിട്ടി? A സമം എത്ര കിട്ടി? 0. A0 ആയ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടന്റെ ലോ പ്രകാരം F = എന്താ? ma ആണ്. A0 ആയി കഴിഞ്ഞാൽ ഇത് പോയി. A0 ആയി കഴിഞ്ഞാൽ 0 into this term F = എന്താ വരിക? 0 എന്ന് വരും. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാണ്? 0. നമ്മൾ പഠിച്ചില്ലേ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ലോറിയുടെ വേഗതയിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എന്ത് ആക്ട് ചെയ്യണം? എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. പക്ഷെ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അതിനർത്ഥം 25 കിലോഗ്രാം ഭാരമുള്ള മണൽച്ചാക്ക് വെച്ചിട്ട് ആ ട്രോളി പോയിക്കൊണ്ടിരുന്ന അതേ വേഗതയിൽ തന്നെയാണ് ആര് പോവുക? ആ ട്രോളി പോവുക. ഫുള്ള് മണല് പോയി കഴിഞ്ഞാൽ, മണല് കയറ്റി വെച്ചാലും കുഴപ്പമില്ല, അതിലത്തെ മണല് പൂർണ്ണമായും പോയാലും കുഴപ്പമില്ല, ട്രോളിയുടെ വേഗതയിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരില്ല. കാരണം ഈ ഒരു ടെക്നിക്ക്, അതായത് ഈ ഒരു വാക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടോ നോക്കുക. യൂണിഫോംലി വിത്ത് എ സ്പീഡ് എന്നൊരു വാക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് എഴുതാം A0 ആയിരിക്കും. A0 ആയാൽ F0 ആയിരിക്കും. F0 ആയി കഴിഞ്ഞാൽ there will not be any change in the velocity. So here 27 km/h വേഗത്തിലാണ് ആ ലോറി പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രോളി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗതയിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. സോ കറക്റ്റ് ആൻസർ വിൽ ബി 27 km/h. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ വലിയൊരു സംഭവമായിട്ട് തോന്നി, പക്ഷെ നമുക്കൊന്നുമില്ല. ഈ ഒരു വാക്കുണ്ട്. അങ്ങനെ കുറച്ചിങ്ങനെ നോക്കി ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി നിങ്ങൾക്ക് വേണം. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ സംശയങ്ങൾ അല്ലെങ്കിൽ വാട്സാപ്പിലേക്കോ അതിലേക്ക് അയച്ചിട്ട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് മാത്രമല്ല, യൂണിഫോം സ്പീഡ് എന്നുള്ള വാക്ക് വരുന്ന അതിലൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. ഓർത്തിരിക്കുക, യൂണിഫോം സ്പീഡിന്റെ കേസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.